സ്വാമി അവിടെ നിന്ന് നിന്നേ. നമ്മുടെ സുകുമാരൻ പണ്ട് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതാണ് സുനിൽ സ്വാമി, പ്ലാച്ചിമട സുനിലിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. അതായത് ശ്രീനിവാസൻ ദൈവവിശ്വാസമൊന്നുമില്ല, നല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് തന്നെ അടക്കണം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കൾ രണ്ടും എതിർത്തില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. അകത്തുള്ള കർമ്മങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പ്ലാച്ചിമട സുനിലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തി. സത്യത്തിൽ അത് അവർക്ക് വളരെയധികം വേദനപ്പെടുത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരാരും പറഞ്ഞിട്ടോ അവരുടെ ആരുടെയും അറിവോട് കൂടിയോ അല്ല അങ്ങനെ ഒരാൾ ഞൊഴിഞ്ഞു കയറിയത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കടത്തിവിടാനും ഒക്കെയുള്ളൊരു മെക്കാനിസം ഇല്ലേ, അതായത് ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ വ്യത്യാസമാണ്. ഇദ്ദേഹം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരെങ്കിലും ഒരാളെങ്കിലും ഈ പറഞ്ഞ ഇവരുടെ അനുവാദത്തോടെ അല്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പറയാമായിരുന്നു, സ്വാമി ഞങ്ങൾ വേറെ ആളെ ഏർപ്പാടുത്തിട്ടുണ്ട് അവർ ചെയ്യട്ടെ എന്ന് പറയാണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പറയാനുള്ള അവസരം ഇദ്ദേഹം കൊടുത്തില്ല. അപ്പോൾ അവിടെ ആൾക്കാർ എത്തുന്നതിനെ കൊണ്ടൊന്നൊരു നിയന്ത്രണം ഒന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്തതിന് പോയതിൻ്റെ ഒരു പാളിച്ചയായിട്ടാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. കാരണം ഇതുപോലൊരു മഹത് വ്യക്തി മരിക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ വരുമെന്നും അതിനെ നിയന്ത്രിക്കാനും അതിന് ഇതുപോലെ നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ ഒഴിവാക്കാനും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെയും അതുപോലെ ചാനലുകാരെയും മാറ്റി നിർത്താനും ഒക്കെയുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഇവിടെ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒന്ന് കണ്ടിട്ട് പോകാനോ മാത്രമല്ല, അവിടെ വരുന്ന സിനിമാടന്മാരെ നടിമാരെയൊക്കെ കാണാനും കൂടിയുള്ള ആകാംക്ഷയിലാണ് പലരും അവിടെ കണ്ടിട്ടും തിരിച്ചു പോകാതെ അവിടെ നിൽക്കുന്നത്. പണ്ട് ഈ പറഞ്ഞ പൃഥ്വിരാജിൻ്റെ സുകുമാരൻ മരിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അദ്ദേഹം മരിച്ചു കിടക്കുകയാണെന്ന് പോലും ഓർക്കാതെയാണ് ഓരോ നടന്മാർ വരുമ്പം അവർക്ക് വേണ്ടിയിട്ട് കീജയ് വിളിച്ചത് എന്നൊക്കെ അല്ലേ. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയത്തില്ലേ, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ രംഗബോധമില്ലാത്ത കോമാളിയായി കടന്നു വന്ന് ശ്രീനിവാസിൻ്റെ ജീവിതത്തിലേക്ക് മരണം വന്നതാണ് ഇത്ര ഈ പ്രായത്തിൽ. അതായത് മരിക്കാനുള്ള ഒരു പ്രായമൊന്നും ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, 69-73 വയസ്സെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ രംഗബോധമില്ലാത്ത കുറേ ആൾക്കാർ കാരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്ന ദുഃഖം അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതായത് അവരുടെ ആ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി അത് മുതലെടുക്കുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ അല്ലേ. ചിലർ പക്ഷേ പറഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് കയറി വന്ന് നമ്മളെ സഹായിക്കാൻ വന്നവർ സഹായിച്ചിട്ട് പോകുന്നവരുണ്ട്, ഒന്നും അറിയാത്ത പോലെ. പക്ഷേ ഇങ്ങനെ കുറേ അവതാരങ്ങൾ വന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇദ്ദേഹത്തിൻ്റെ മരണം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.